ഹലോ, നമ്മൾ ഇന്ന് കോയമ്പത്തൂരുള്ള ഇഷ യോഗ സെൻറ്ററിൽ പോവാണേ. അവിടെയാണ് ഇന്ന് നമ്മൾ മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. നമ്മൾ മാത്രമല്ല, എൻ്റെ അമ്മയും വരുന്നുണ്ട്, പിന്നെ അവൻ്റെ അമ്മയും ബ്രദറും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ നമ്മൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. ദേ എൻ്റെ അമ്മയാണിത്. എൻ്റെ അമ്മേനെ ആരും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കാണിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മതി ഇനി യാത്ര എന്നുള്ളതുകൊണ്ട് നമ്മൾ സ്വന്തം ഇന്ത്യൻ കോഫി ഹൗസ് എത്തിയപ്പോൾ വണ്ടി സൈഡാക്കി. അങ്ങനെ നമ്മൾ 4 മസാല ദോശയും ഒരു പൂരി മസാലയും പിന്നെ കുറച്ച് കോഫിയൊക്കെ മേടിച്ച് നമ്മൾ കഴിച്ചു കേട്ടോ. കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത, അയ്യോ ദൈവമേ, ഇതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലല്ലോ എന്ന്. കാരണം എനിക്ക് അതിൻ്റെ ഉള്ള സമയമില്ല. ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടേ ഞാൻ വീഡിയോനെക്കുറിച്ച് ചിന്തിക്കാറുള്ളൂ. അങ്ങനെ ഇതാണ് നമ്മുടെ കുതിരൻ ടനാൽ കേട്ടോ. അപ്പം ഇതിന് മുമ്പൊക്കെ ഞാൻ നല്ല പോത്ത് പോലെ കിടന്ന് ഉറങ്ങുമായിരുന്നു. പിന്നെ അമ്മയാണ് എന്നെ വിളിച്ചെണ്ണയിപ്പിച്ചത്. നീ ഇങ്ങനെ ഉറങ്ങാനാണോ വരുന്നത്? ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ലേ? നിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഇതൊന്നും കാണിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അപ്പം ചാടി എണ്ണേറ്റ് എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ശനിയാഴ്ചയാണ് കേട്ടോ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഞായറാഴ്ചയാണ് നമ്മുടെ മഹാശിവരാത്രി. അപ്പം പോകാൻ നിന്നില്ല, കാരണം നല്ല തിരക്കായിരിക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ ശനിയാഴ്ച തന്നെ നമ്മൾ യാത്ര തുടങ്ങി. അപ്പം നമ്മളിത് തമിഴ്നാട്ടിലെത്തിയിട്ടുണ്ട്. ഇത് തമിഴ്നാട്ടിലെ ഒരു അമ്പലമാണ് കേട്ടോ, അവരുടെ ഒരു കോവിലാണ്. അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ നമ്മളിങ്ങനെ എത്തിയിരിക്കുന്നു. വില്ലേജ് കുക്കിനെ കാണാൻ പറ്റും. പൊടി ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ മാസ്ക് ഇട്ട്. പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, അത്ര പ്രൊട്ടക്ഷൻ പെൺമയിലാണെന്ന്. അങ്ങനെ നമ്മൾ ഫൈനലി ആദിയോഗിയുടെ ആ ഒരു സ്ഥലത്തെത്തി. അതാണ് ഫ്രണ്ട് ഗേറ്റ് അല്ല കവാടം അങ്ങനെ പറയാം. ഇവിടെ ഓൾറെഡി ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. കണ്ടില്ലേ? നമ്മൾ എന്തുകൊണ്ടും ശനിയാഴ്ച വന്നത് നന്നായെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കുടയൊക്കെ എടുത്തത് ഏറ്റവും നന്നായി. കാരണം അതൊക്കെ ആ ഇൻസ്ട്രക്ഷൻസിലുണ്ടായിരുന്നു. ആ ബോർഡ് കണ്ടില്ലേ? ആ ബോർഡെന്ന് പറയുന്നത് ഓരോ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഫ്രീ ദർശനം ഉണ്ട്. ദർശനം എന്ന് പറയാൻ പറ്റുമോ? ഫ്രീ ആയിട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഉണ്ട്, അല്ലാണ്ട് പൈസ എടുത്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഏതായാലും 1000 റുപ്പീസിൻ്റെ ഒരു സീറ്റിംഗ് ഇതാണ് നമ്മൾ എടുത്തത്. അങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് അത് നോക്കി മനസ്സിലാക്കാനൊക്കെ പറ്റും. ഇതാണ് അതിൻ്റെ സ്റ്റേജ്. ആ സ്റ്റേജിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ. കണ്ടോ? വലിയ സ്ക്രീനൊക്കെ ഉണ്ട് ആൾക്കാർക്കൊക്കെ കാണാൻ. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ? കാളവണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ കാലൊക്കെ വയ്യാണ്ട് നടക്കാനൊന്നും വയ്യാത്തവർക്ക് ഇതിൽ കയറി വേണമെങ്കിൽ ഒന്ന് ചുറ്റി കാണാം. കുറച്ചേ കൊണ്ടുപോകത്തുള്ളൂ, ഒരു 200 മീറ്റർ മേ ബി അത്രയൊക്കെ പോകാൻ പറ്റുള്ളൂ. ഒരാൾക്ക് 10 രൂപ അങ്ങനെയാണ്. പെർ ഹെഡ് 10 റുപ്പീ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും. എന്നാ സൈസാ കാളയുടെ നോക്കിയേ. പിന്നെ ഇതുപോലത്തെ വണ്ടി ഉണ്ട് കേട്ടോ. അതിൻ്റെ റേറ്റ് എനിക്കറിയില്ല. അതുപോലെ ഇവിടെ കുറേ ഫുഡ് സ്റ്റോളുണ്ട്. അപ്പോൾ ഉച്ചയായിരുന്നു നമ്മൾ വന്നപ്പോൾ. ഇപ്പോൾ ഉച്ചയായപ്പോൾ നമ്മൾ ടൊമാറ്റോ റൈസ് മേടിച്ച് കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അപ്പോൾ ട്രെയിനിലൊക്കെ വരുന്നവർക്ക് അവിടെ നിന്ന് ഒരുപാട് ബസ് കിട്ടും കേട്ടോ ഇങ്ങോട്ട് വരാനായിട്ട്. 40D ബസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബസ് കിട്ടും. ആ ബസ് കൊണ്ടുവന്ന് ഇറക്കുന്നത് ഈ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലേക്കും. അങ്ങോട്ട് കുറച്ച് അമ്പലങ്ങളുണ്ട് ഇതിൻ്റെ തന്നെ ആയിട്ട്. പക്ഷെ അങ്ങോട്ട് ഫോൺ അപ്പോൾ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവിടെയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റൂമിലോട്ട് വന്നു. ഇത് രാവിലത്തെ വീഡിയോ ആട്ടോ. അങ്ങനെ നമ്മൾ 2 റൂമായിട്ടായിരുന്നു എടുത്തത്. അപ്പം നമ്മൾ ഫ്രഷൊക്കെ ആയിട്ട് റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. ഇവരുടെ റൂം കണ്ടില്ലേ? ഇതാണ് നമ്മളെടുത്ത റൂം. അടിപൊളിയായിരുന്നു. ഭയങ്കര വലിയ റൂമൊന്നുമല്ല, എന്നാലും തിരക്കേടില്ല. ഇതൊരു ചെറിയൊരു ബാൽക്കണി പോലെ ഇവർ കിടന്ന റൂം. ഇവിടെ അക്ഷയും കണ്ണനുമായിരുന്നു കിടന്നു. അപ്പോൾ അവരുടെ റൂമിൽ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, ബാൽക്കണി പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ 6:30 തന്നെ നമ്മൾ വെക്കേറ്റ് ചെയ്തു. രാവിലെ 6:30 വരെ ആയിരുന്നു നമ്മൾ റൂം എടുത്തത്. അത് തന്നെ നമ്മൾ നേരെ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ അവിടെ ആദിയോഗി സെൻറ്ററിൽ തന്നെ പോവാണ്. രാവിലെ 6:30 തന്നെ ആൾക്കാരിങ്ങനെ വരാൻ തുടങ്ങി കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ ബാൻഡ് മേടിക്കണം. നമുക്ക് ഒരു ബാൻഡ് കിട്ടും. നമ്മളൊരു ടിക്കറ്റ് 1000 റുപ്പീസിൻ്റെ ടിക്കറ്റാണല്ലോ എടുത്തത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബാൻഡ് നമുക്ക് കിട്ടും. അത് കളക്ട് ചെയ്യണം. അത് കിട്ടിയാലേ നമുക്ക് അകത്തോട്ട്
പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അങ്ങനെ ബാൻഡൊക്കെ കളക്ട് ചെയ്തു കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ കുറച്ച് സ്ഥലത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റൂല എന്ന്. എന്തോ നമുക്ക് ഭാഗ്യമുണ്ട്, ഇത്തവണ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടേട്ടാണ് നമ്മൾ പോകുന്നത്. ധ്യാനലിംഗ, ലിംഗഭൈരവി, കുണ്ട്, സൂര്യകുണ്ട് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത്. ഇതാണ് സൂര്യകുണ്ട്. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് മാത്രമേ കുളിക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് 3 ശിവൻ്റെ ലിംഗമുണ്ട്, ഒരു ചെറിയ വാട്ടർഫോളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുളിച്ചിട്ട് വേണം നമ്മൾ ലിംഗഭൈരവി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ട് പോകാൻ. അതുപോലെ ഞാനിവിടെ കുറേ പേരിങ്ങനെ യോഗ ചെയ്യുന്നതൊക്കെ കണ്ടു കേട്ടോ. കുറേ ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഇങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല, പക്ഷേ എനിക്കിതൊക്കെ നിങ്ങളെ കാണിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ പോരാത്തന്നെ എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മൾ ഇനി ചന്ദ്രകുണ്ടിലോട്ട് പോകാനായിട്ടുള്ള വഴിയാണ്. ഇതിൻ്റെ ഇപ്പുറമാണ് ചന്ദ്രകുണ്ടും ലിംഗഭൈരവിയും ഒക്കെ ഉള്ളത്. അപ്പം ഈ 2 സൈഡിലായിട്ട് കുറേ വാട്ടർ ലില്ലീസൊക്കെ അവരിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് മീനൊക്കെ ഉണ്ട് ഈ കുളത്തിൽ കേട്ടോ. അടിപൊളിയായിട്ട് ഇവരത് നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മനസ്സമാധാനം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. അത് 100% ഇവിടെ നിന്ന് നമുക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. ഈ ചന്ദ്രകുണ്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ അലൗഡ് അല്ല. അത് ഗേൾസിന് മാത്രമുള്ള ഒരു ഏരിയയാണ്. അവിടെയാണ് ഗേൾസൊക്കെ കുളിക്കുന്നത്. അതുപോലെ നമ്മൾ ഇന്നലെ പോയി അവിടെ കണ്ടതാണ്, നമ്മൾ അവിടെ കുളിച്ചതാണ്. ഭയങ്കര സൂപ്പറായിട്ടോ. കണ്ടില്ലേ? ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ലിംഗഭൈരവി, ചന്ദ്രകുണ്ട്, പിന്നെ ധ്യാനലിംഗ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ചന്ദ്രകുണ്ടിൽ നമ്മൾ ഇന്നലെ പോയി കുളിച്ചായിരുന്നു. അവിടെ ഒറ്റൊരു ശിവൻ്റെ ലിംഗം മാത്രമേ ഉള്ളൂ. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു വലിയ നന്ദിയുടെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും എൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോസ് എടുക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു പോകും കേട്ടോ. അങ്ങനെ ആൾക്കാരില്ലാത്ത വീഡിയോസ് റെയർ ആയിരിക്കും. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു മരത്തിൽ ഇങ്ങനെ ആൾക്കാർ നേർന്ന് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്, ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട്. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ നേരെ കാണുന്നില്ലേ, ഇതാണ് ധ്യാനലിംഗ. അപ്പോൾ ആ ധ്യാനലിംഗയുടെ മുമ്പിലുള്ള ആ ഒരു ഫ്രണ്ടിലുള്ള ആ പില്ലർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പല റിലീജിയസിൻ്റെ സിമ്പിൾസാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര അട്രാക്റ്റീവായി തോന്നി, കാരണം എല്ലാ റിലീജിയനും ഒന്നാണെന്ന് കാണിക്കാനാണെന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു അത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ലിംഗഭൈരവി ടെമ്പിളിലോട്ട് പോവാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ധ്യാനലിംഗ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വീഡിയോസിൻ്റെ ആക്സസ് നമുക്ക് കുറവായതുകൊണ്ട് വീഡിയോസ് ഒന്നും അധികം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒരു വലിയ ശിവൻ്റെ ലിംഗമുണ്ട്. അതിന് ചുറ്റും ഒരുപാട് പേരിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. നമുക്കും മെഡിറ്റേഷൻ ചെയ്യാം കേട്ടോ. അവർ ഒരാൾക്ക് 15 മിനിറ്റ് എന്ന് പറഞ്ഞ് അലോട്ട് ചെയ്ത് തരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വന്നത് ലിംഗഭൈരവി ടെമ്പിളിലാണ്. ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോസ് നമുക്ക് അവിടെ അലൗഡ് അല്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നേർച്ചയായിട്ടുള്ള, അതായത് നമ്മൾ വഴിപാട് കഴിച്ച പായസവും എള്ളുണ്ടയൊക്കെ വാങ്ങിച്ച് നമ്മളിതേ നേരെ ആ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിൽ, അതായത് നമ്മൾ ബുക്ക് ചെയ്ത ആ സീറ്റിൽ വന്നിരുന്നു. 2:30 ആയപ്പോൾ തന്നെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കുഞ്ഞു ഗിഫ്റ്റ് അവർ തരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ രുദ്രാക്ഷവും അല്ലാണ്ട് ഒരു പാക്കറ്റ് ഭസ്മവും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ഫോട്ടോയും, അതായത് ദൈവത്തിൻ്റെ ഒരു ഫോട്ടോയും. ഈ ചേച്ചിയുടെ എക്സ്പ്രഷൻ കണ്ടില്ലേ? ഈ ചേച്ചിയുടെ എക്സ്പ്രഷൻ പിന്നീട് ഞാൻ വന്ന് വീട്ടിൽ നോക്കിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നാഗ ചേച്ചിനൊക്കെ ഓർമ്മ വന്നു കേട്ടോ. അവൾ ആ വീഡിയോ എടുത്തോണ്ട് വന്നിരിക്കുന്നു എന്നുള്ളൊരു ഭാവത്തിലാണ് ആ ചേച്ചി നോക്കിയെന്നെ. നല്ല നട്ടപ്പറ വെയിലത്തായിരുന്നു കേട്ടോ നമ്മൾ വന്നിരുന്നത്. ഫുഡൊക്കെ ആയിട്ട് അകത്ത് കയറിയോണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. കുട എടുത്തില്ല എന്നെങ്കിൽ പറയണ്ട, നമ്മൾ കരിഞ്ഞുണങ്ങിയേനെ. വൈകുന്നേരം ആയപ്പോൾ വേറൊരു രസമായിരുന്നു കാണാൻ. ഓൾമോസ്റ്റ് എല്ലാ സീറ്റും ഫില്ലായിരുന്നു കേട്ടോ. ലൈറ്റൊക്കെ വന്നപ്പോൾ വേറെ വൈബായിരുന്നു. പിന്നെ അവിടെ ആയിട്ട് വലിയ സ്ക്രീൻ അവർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ അമ്പലത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം, പൂജകളെല്ലാം നമുക്ക് ഈ സ്ക്രീനിലിട്ട് അവർ കാണിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് പുറകിലാണല്ലോ, അപ്പോൾ സ്റ്റേജിൽ നടക്കുന്നത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല. ഈ സ്ക്രീൻ വഴിയാണ് നമ്മൾ കാണുന്നത്. ആകെപ്പാടെ ആ ദൈവത്തിൻ്റെ സ്റ്റാച്ചു ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ആയിരുന്നു. പോരാത്തിന് കുറേ ഹീറോയിൻസ് ഉണ്ടായിരുന്നു. തമന, ജൂഹി ചൗള, പിന്നെ ദുരന്തറിലെ നടി നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവാർഡ് ഡിസ്ട്രിബ്യൂഷനായി. അതായത്
ഭവ്യ ഭാരത് ഭൂഷൺ അവാർഡായിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഓരോ ഫീൽഡിൽ നിന്നും ഓരോ ആൾക്കാരെ എടുത്തത്. അപ്പം നമ്മുടെ നമ്പി നാരായണൻ, പിന്നെ സൈന നെഹ്വാൾ, അങ്ങനെ കുറച്ച് പേർക്കൊക്കെ കൊടുത്തു കേട്ടോ. എന്തൊരു ക്രൗഡായി മഹാശിവരാത്രിക്ക് ഇവിടെ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. ഇത്ര ആൾക്കാരെ ഞാൻ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കണ്ടിട്ടില്ലേ. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ പേ ചെയ്തിരിക്കുന്ന പെയ്ഡ് ബുക്കിംഗ്സ് ആയിട്ട് വന്നിരിക്കുന്നവരാണ്. ഇപ്പുറത്തെ ഭാഗത്ത്, അതായത് ഈ സീറ്റിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തും ആൾക്കാരുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഫ്രീ ബുക്കിംഗ്സ് ആണ്. എന്നിട്ട് എത്ര പേര് ഇവിടെ വന്നിരിക്കുന്നതെന്ന് അറിയാവോ. പിന്നെ ഇനി മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല വെള്ളം ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ്സ് ആയിരുന്നു കേട്ടോ. ടെമ്പററി ആയിട്ട് അവർ വെച്ചതാ, എന്നാലും നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ്സ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് നമ്മൾ അന്നദാനത്തിൻ്റെ ക്യൂവിൽ വന്ന് നിന്നു. ഇവിടെ കുറേ ക്യൂ ഉണ്ട്. ഒട്ടും നമുക്ക് കുറേ നേരം അങ്ങോട്ട് വെയിറ്റ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. പെട്ടെന്ന് നമുക്ക് ഫുഡ് കിട്ടി കേട്ടോ. അപ്പം നമുക്കിവിടെ കിട്ടിയത് സാമ്പാർ റൈസും പിന്നെ ശർക്കര പൊങ്കലുമായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ പേരിങ്ങനെ സീറ്റിൻ്റെ മണ്ടയിലൊക്കെ കയറി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താണെന്നിങ്ങനെ നോക്കുമായിരുന്നു. അപ്പം നോക്കിയപ്പോൾ നല്ല അടിപൊളി പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ ഇങ്ങനെ നടക്കുവാണേ. അപ്പം ഞാൻ അത് നിങ്ങളെ കൂടെ കാണിച്ചു തരാം. Seeing the splendor of this magnificent union, Ghana's his constant companion. ലേസർ ഷോ കാണണം എന്നുണ്ടെങ്കിൽ കോയമ്പത്തൂരുള്ള ഇഷായോഗ സെൻറ്ററിൽ വന്നാൽ മതി. ഇതെവിടെയാണെന്ന് കറക്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളിയാങ്കരിയിലാണേ. അപ്പോൾ ഈവനിങ് നിങ്ങൾ ഒരു 7 മണിക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലേസർ ഷോ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പം ഞാൻ എന്നെപ്പോലെ നിങ്ങൾക്കും ഇതുപോലെ ഒരു മഹാശിവരാത്രി ഇവിടെ കൂടാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ.